ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 19 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. ഇന്നലെ ചോദിച്ചിരുന്നത് പുറപ്പാട് 23 മുതൽ 26 വരെയും മത്തായി 19 അധ്യായത്തിൽ നിന്നുമായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചോദ്യം പറയാം, അതിനുശേഷം ഞാൻ ഉത്തരം പറയാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടരെ ഒരു വാക്യത്തിൽ 5 പ്രാവശ്യം കാണാം, ആരാണവർ, വാക്യം ഏത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ഷണ്ണന്മാർ എന്നുള്ളതാണ് കേട്ടോ. മത്തായി 19 അധ്യായം അതിന്റെ 12 വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്, ഷണ്ണന്മാർ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദൂരെ നിന്ന് യഹോവയെ നമസ്കരിപ്പാൻ എത്ര പേരോട് പറഞ്ഞു? 74 പേരാണ് കേട്ടോ. പുറപ്പാട് 24:1 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. 74 പേർ. അതായത് മോശ, അഹരോൻ, നാദാബ്, അബീഹു, ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേർ. ഓക്കെ, അങ്ങനെയാണ് 74 പേർ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സകല ജനവും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഇതാണ് ഉത്തരം. പുറപ്പാട് 24:3 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: വിട്ടകന്നിരിക്ക എന്ത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം കള്ളക്കാര്യം. പുറപ്പാട് 23:7 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇസ്രായേൽ മക്കളോട് എത്ര കൂട്ടം വസ്തുക്കൾ വഴിപാടായി വാങ്ങണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു? 15 കൂട്ടം. പുറപ്പാട് 25:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് പുറപ്പാട് 27 മുതൽ 30 വരെയും മത്തായി 20 അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാവരും വായിച്ച് തയ്യാറായിരുന്നോളൂ. ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.